ഹലോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ തുറന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം എന്താ കാണണേ? അതന്നെ, ജനറേറ്റഡ് ഗിബ്ലി ആർട്ട്. ഗിബ്ലി എന്ന് തന്നെയാണോ പറയണേ? ജാപ്പനീസിലാണെങ്കിൽ അത് ജിബ്രി. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇറ്റാലിയൻ വേർഡ് ആയതുകൊണ്ട് അതിന്റെ ഒറിജിനൽ ആയിട്ട് ഗിബ്ലി എന്ന് തന്നെ പറയാം. അയ്യോ, ഞാനിവിടെ ഇതൊന്നും പറയാൻ വന്നതല്ല കേട്ടോ. അപ്പൊ ഗിബ്ലി ആർട്ട്, ഈ ഗിബ്ലി ആർട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്യണത് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നേ. എന്ന് പറയുന്നത് ഫണ്ണൊക്കെ തന്നെയാണ്, എന്നാലും ചിലപ്പോഴൊക്കെ ഒരു സങ്കടം തോന്നി. നമ്മൾ ഒത്തിരിക്കായിട്ട് ചെയ്യണ ആർട്ടിസ്റ്റുകൾക്ക് പലപ്പോഴും വാല്യൂ കിട്ടാറില്ല. ഈവൻ ഈ ഒരു സ്റ്റുഡിയോ ഗിബ്ലിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഹയാओ മിയാസാക്കി എന്ന് പറയുന്ന അദ്ദേഹം പോലും കൊണ്ട് അദ്ദേഹത്തിന് ആനിമേറ്റഡ് മൂവീസ് ഒന്നും ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. അത്രേ ഉപയോഗിക്കുന്നത് പല കാര്യങ്ങൾക്കും നല്ലതാണെങ്കിലും ചിലപ്പോഴൊക്കെയെങ്കിലും ആർട്ടിസ്റ്റുകളുടെ ഒതന്റിസിറ്റിയെ ഈ മെഷീൻസിനെ കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആലോചന, എന്നാൽ പിന്നെ എൻ്റെ ഫോട്ടോ ഞാൻ തന്നെ വരച്ചാലോ? ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം എനിക്ക് പോർട്രേറ്റ് വരയ്ക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. ഏതായാലും ഈ സ്റ്റൈൽസ് ഒക്കെ കാർട്ടൂണിഷ് ആയതുകൊണ്ട് ഞാനും എൻ്റെ ഫോട്ടോ കുറച്ചുകൂടെ ഒന്ന് കാർട്ടൂണിഷ് ആക്കിയേ ഉള്ളൂ. ഏതായാലും ഈ ഫോട്ടോ മര്യാദയ്ക്ക് എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല, അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തു. എൻ്റെ ഒരു ഡിസ്റ്റോർട്ടഡ് ഇമേജ് എന്ന് മാത്രമേ നിങ്ങളെ കാണാവൂ, റിയലിസ്റ്റിക് ആയിട്ട് കാണരുത് കേട്ടോ. ഇപ്പോൾ എമർജിങ് ആയിട്ടുള്ള ഒരു വലിയൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്, അപ്പം അതെല്ലാം നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.